അപ്പോൾ ഇന്നത്തെ പണി ഇതാണ് കേട്ടോ. ഇന്ന് ചെടികൾ കുറേ മണ്ണിട്ട് കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട്, കുറേ കട്ട് ചെയ്ത് കളയാനുള്ളതുണ്ട്, അങ്ങനെ കുറേ അടുക്കി പറക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ചൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് വീഡിയോൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ചെടി ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇത് കാണാൻ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. ഇത് 2 കളർ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പാലക്കാട് താമസിക്കുന്ന ഒരു ടൈമിൽ 2 കളർ ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് നമ്മൾ താമസം മാറിയപ്പോൾ ഇവിടെ കൊണ്ടു വെച്ചപ്പോൾ അത് പോയി. ഞാൻ നല്ലോണം നോക്കി, പക്ഷെ അത് പോയി, വന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കൊമ്പുകളൊക്കെ കൊണ്ടു വെച്ചിട്ട് വന്നില്ല. അത് പെട്ടെന്നൊന്നും പിടിച്ചിട്ട് ചെടിയെല്ലാം തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചെടി കിട്ടിയപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഒരു ചെറിയൊരു കൊമ്പാണ് കിട്ടിയത്. പക്ഷേ ഈ ഒരു പാകത്തിനായി ഞാൻ ചട്ടി മാറ്റി വെക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ എനിക്കൊരു പേടി, അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് മണ്ണൊക്കെ ഇട്ടെടുത്ത് അത് സെറ്റാക്കി അതോടെ ഇരിക്കട്ടെ, ഞാൻ അതിലിരുന്ന് ഫ്ലവർ ഉണ്ടാവട്ടെ. അപ്പോൾ പിന്നെ ഇത് അതുപോലെ തന്നെ CC പ്ലാന്റ് കേട്ടോ. ഇത് പിന്നെ എന്താണെന്നറിയോ, പോകൂല. അത് ഇനി വന്നില്ലെങ്കിലും പോകൂല. അത് നമ്മളെങ്ങനെയോ വെച്ച് അതേപോലെ ഉണ്ടാവും. ചിലതിൽ പിന്നെ ഇങ്ങനെ കിളിർത്തടിയിൽ ഇലകൾ വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഒറ്റ ഇല മതി നമുക്ക് തേക്കൾ ഉണ്ടാക്കാൻ, ഒറ്റ ഇല മതി. ഞാൻ എന്ത് ചെയ്തു, കുറേ ഇലകൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു കാ വന്ന്, പിന്നെ അതേപോലെ ചെറിയ വേരുകളും വന്ന്, അപ്പോൾ ഒക്കെ ഒരു ചട്ടിയിൽ തന്നെ വെച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് പോലത്തെ സംഭവങ്ങൾ നിറച്ച് തിങ്ങിക്കണ്. അപ്പോൾ ഏതൊരു ചെടിയും ഒരു ചട്ടിയിൽ 2-3 ഉണ്ടെങ്കിൽ അത് വരൂല. അതിന് അവറ്റങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇത് വരാൻ പറ്റൂല. അവറ്റങ്ങൾക്ക് എന്താ പറയുക, ഒരു തിങ്ങലേക്കാരം. അപ്പോൾ നമ്മൾ പൂക്കളിടുന്നതായാലും ശരി, ഇനി ഇലവർഗ്ഗങ്ങളായാലും ശരി, നമ്മൾ 3-4 എണ്ണം ഒരു ചട്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെച്ചോളണം. അപ്പോഴാണ് ഓൽക്ക് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. അപ്പോൾ പൂക്കളൊക്കെ ഇടണം. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ തൈ വരുമ്പോൾ നമ്മൾ മാറ്റി തന്നെ വെക്കണം. അപ്പോൾ ഇല കുറയുമ്പോഴാണ് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഞാൻ എന്ത് ചെയ്തു, എല്ലാത്തുക്കും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാൽ ചട്ടികളില്ല. അപ്പോൾ ഇവിടെയൊക്കെ കിടന്നിരുന്ന ചട്ടികൾ, പഴയ ചട്ടികളൊക്കെ, അതൊക്കെ ഒന്ന് തട്ടിപ്പറക്കി എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊന്ന് കുറച്ചും കൂടെ വലുതായിട്ട് നല്ല ചട്ടിക്ക് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അടിയിൽ ഉരുളക്കിഴങ്ങ് പോലത്തെ ഒരു ചെറിയ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെന്താ വേറെ പണികളുണ്ട്. അതേപോലെ തന്നെ കേട്ടോ, ഇത് കുറ്റിമുല്ല, ഇത് പിടിച്ച് കിട്ടാൻ നല്ല പണിയാണ്. പിന്നെ പക്ഷെ നല്ല പൂക്കളാണ് ഇത് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എന്താ പറയുക, നമ്മളെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ പോലത്തെ നല്ല സ്മെല്ലാണ്. അതും വൈകുന്നേരം ഇക്കാരം. ഇത് പൂക്കൾ മൊട്ട് വിരിയുന്ന ഒരു ടൈം വൈകുന്നേരമാണ്. സാധാരണ എല്ലാ പൂക്കളും രാവിലെ അല്ല വിരിയുക, ഇത് വൈകുന്നേരമാണ് വിരിയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പൂക്കളുടെ സീസണൊക്കെ കഴിഞ്ഞതും കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇതേപോലെ എല്ലാം ഒരു ചട്ടിയിൽ തന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതാക്കിയതാ വേര് വന്നിക്കണ്. അപ്പോൾ നമ്മളതും 3-4 പാത്രത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇതൊരു 3 തൈ മതിയിട്ട്. അതിന് 3 തൈ ഉണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലേക്കാരം. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നല്ല സ്മെല്ലേക്കാരം. പിന്നെന്താ, പിടിച്ച് കിട്ടണമെങ്കിൽ പണി. എന്നോ വെച്ചതാണ് ഞാൻ ഇത്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ വേരൊന്ന് വന്ന് ഇങ്ങനെ കിളിർത്ത് വരുന്നത്. അപ്പോൾ ഇതിന് നല്ല ചട്ടികൾ കിട്ടുമ്പോൾ നമുക്ക് വേറെ ചട്ടിക്ക് മാറ്റി വെക്കാം. നല്ല മൺചട്ടികളിൽ വെച്ചിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീടിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്, ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.